അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 69. കോളേജിന് മുന്നിലെത്തിയതും അഗ്നി കാറ് നിർത്തി. കുട്ടികളെല്ലാം ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുന്നുണ്ട്. ജ്വാലയ്ക്ക് ടെൻഷൻ കാരണം ശരീരം ആകെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ അവസ്ഥ അഗ്നിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ സീറ്റ് ബെൽറ്റ് അഴിച്ചു. കുഞ്ഞ എന്താ അഗ്നി? അവൾ വിറയലോടെ ചോദിച്ചു. സീറ്റ് ബെൽറ്റ് അഴിക്ക്, ദേ കോളേജ് എത്തി. അവൻ പറഞ്ഞതും ജ്വാല തലകുലുക്കിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് അഴിച്ച് അവനെ നോക്കി. ചെല്ല്. അവള് മൂളിക്കൊണ്ട് ഡോർ ഹാൻഡിലിൽ കൈവച്ചു. അഗ്നി പെട്ടെന്ന് അവളുടെ വലത് കൈയിൽ പിടിച്ചു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. ഇതെന്താ ഈ കൈ ഇങ്ങനെ തണുത്തിരിക്കുന്നെ? പേടിയാണോ? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. അവൾ പതിയെ മൂളി. എന്തിനാടാ? അഗ്നി പറഞ്ഞതല്ലേ പ്രശ്നമൊന്നുമില്ലാന്ന്. മാത്രല്ല ഇനിയിപ്പോ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടില്ലേ? പക്ഷേ എനിക്ക് പേടി, അവള് പറഞ്ഞു. അഗ്നി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളുടെ കൈ അങ്ങനെ തന്നെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഒരു പേടിയും വേണ്ട, എന്റെ ഭാര്യ സ്ട്രോങ് അല്ലേ, അപ്പോ ഇങ്ങനെ ആയാൽ എങ്ങനെയാ? അവൻ ചിരിയോടെ പറഞ്ഞു. അത് കേൾക്കവേ അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി മിന്നി. അത് കണ്ട് അവൻ അവളുടെ കയ്യിൽ ചുംബിച്ചു പിടിവിട്ടു. ചെല്ലിട്ടോ, നന്നായി പഠിക്കണം, അവൻ പറഞ്ഞു. അവള് ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ഡോറ് തുറന്നു. നിക്കൂഞ്ഞ, പെട്ടെന്ന് അഗ്നി പറഞ്ഞു. അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൻ അവളുടെ ഡ്രസ്സിന് മുകളിൽ കിടക്കുന്ന താലിമാല പിടിച്ചുയർത്തി. അവളുടെ സംശയത്തോടെയുള്ള നോട്ടം ശ്രദ്ധിക്കാതെ അഗ്നി അവളുടെ ഡ്രസ്സിന്റെ നെക്കിൽ പിടിച്ചു വലിച്ച് ചെയിൻ അവളുടെ ഡ്രസ്സിനകത്തേക്ക് ഇട്ടുകൊടുത്തു. ജ്വാല അവനെ നോക്കി. അവിടെ കിടന്നോട്ടെ ചെയിൻ, തൽക്കാലം ആരും കാണണ്ടാട്ടോ, ആരോടും പറയേം വേണ്ട വിവാഹം കഴിഞ്ഞ കാര്യം. അവൻ പറഞ്ഞതും ജ്വാല മൂളിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ, എന്തെങ്ങനെ നോക്കുന്നേ? അവൻ ചോദിച്ചു. ജ്വാല അവനടുത്തേക്ക് ഒന്നുകൂടി നീങ്ങിയിരുന്നു. അഗ്നിയുടെ കണ്ണു ചുരുങ്ങി. പക്ഷെ അടുത്ത നിമിഷം അവനെ ഞെട്ടിച്ചുകൊണ്ട് അവൾ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അവനെ അവളുടെ അടുത്തേക്ക് വലിച്ചു ചേർത്ത് അവന്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് വിട്ടുമാറി. അഗ്നി അവളെ മിഴിച്ചു നോക്കി. നേരത്തെ ഈ ഉമ്മ കിട്ടാത്തോണ്ടല്ലേ മുഖം വീർപ്പിച്ചേ, അതുകൊണ്ട് തന്നതാ. അവന്റെ നോട്ടം കണ്ട് ജ്വാല നാണത്തോടെ പറഞ്ഞു. അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു. കൊള്ള, എനിക്കിഷ്ടായിട്ടോ, അവൻ കുറുമ്പോടെ പറഞ്ഞതും അവൾ തലതാഴ്ത്തി ചിരിച്ചു. ആര് പറഞ്ഞു ഞാൻ അതിനാ പിണങ്ങിയെന്ന്? അമ്മ ആരവേട്ടനും, അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നിട്ട് അവരാണോ പറഞ്ഞേ ലിപ്പിൽ കിസ് ചെയ്യാൻ? അഗ്നി അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നതാ, അവർക്കൊക്കെ കവിളിലല്ലേ ഞാൻ ഉമ്മ കൊടുത്തേ, ഇത് അഗ്നിക്ക് മാത്രാ, അവൾ വിറയലോടെ പറഞ്ഞു. അഗ്നി അവളെ പ്രണയത്തോടെ നോക്കി. എനിക്കെന്താ പ്രത്യേകത? അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അറിയില്ല, പക്ഷേ എനിക്ക് സ്പെഷ്യലാ, അവൾ സ്നേഹത്തോടെ പറഞ്ഞു. ആ നിമിഷം മീശയ്ക്കും താടിക്കുമിടയിലൂടെ ആ ചുണ്ടുകൾ നന്നായി വിടർന്നത് ജ്വാല കണ്ടു. അത് കണ്ട് അവളും അവനെ നോക്കി ചിരിച്ചു. ഇറങ്ങ്, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് ഡോറ് തുറന്നിറങ്ങി. മീശയും താടിയും ഒന്ന് കൂട്ടിത്തടവി അഗ്നിയും ഡോറ് തുറന്നിറങ്ങി. ജ്വാല അപ്പോഴേക്കും അവളുടെ ബാഗ് കൂടി എടുത്തു. നന്നായി പഠിച്ച് മിടുക്കി കുട്ടി ആവണോട്ടോ, അഗ്നി അവൾക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അവള് മൂളിയതേയുള്ളൂ. ആകെ ഒരു പേടി നിറയുന്ന ഉള്ളിൽ. പുതിയ കോളേജ്, കുട്ടികൾ, ഓർക്കും തോറും കൈകൾ തണുത്തുപോയി. അഗ്നിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളെ. അവന്റെ കണ്ണുകൾ ഗേറ്റിനടുത്തേക്ക് നടന്നു വരുന്ന രണ്ട് പെൺകുട്ടികളിലെത്തി. ഡോ, അവൻ വിളിച്ചു. അവർ അഗ്നിയെ നോക്കി. ഇവിടെ വാ. അവന്റെ വിളി കേട്ട് ആ പെൺകുട്ടികൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയ ശേഷം അവനടുത്തേക്ക് വന്നു. അവരുടെ കണ്ണുകൾ അഗ്നിയുടെ കയ്യിൽ പിടിച്ച് പേടിയോടെ തങ്ങളെ നോക്കുന്ന ജ്വാലയിലായിരുന്നു. അത് കണ്ടതും അവർ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ജ്വാല അവരെ വെറുതെ നോക്കിയതേയുള്ളൂ. ന്യൂ അഡ്മിഷൻ ആണോ? അവർ ചോദിച്ചു. അതെ, നിങ്ങൾ ഫസ്റ്റ് ഇയർ ആണോ? അഗ്നിയാണ് അത് ചോദിച്ചത്. അതെ ചേട്ടാ, അതിലൊരു പെൺകുട്ടി പറഞ്ഞു. ഏതാ കോഴ്സ്? ബികോം, അവിടെ നിന്നും മറുപടി കിട്ടി. ആഹാ, കൊള്ളാലോ, എന്നാ ഇവളെയും കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കോ. കുട്ടിയും ബികോം ആണോ? ആ പെൺകുട്ടികൾ ചോദിച്ചു. ജ്വാല മൂളി. ആഹാ, എന്നിട്ടാണ് അങ്ങനെ പേടിച്ചു നിൽക്കുന്നേ, ഇങ്ങോട്ട് വാടോ, എന്താ തന്റെ പേര്? കൂട്ടത്തിലെ അല്പം ഉയരം കൂടിയ പെൺകുട്ടി അവളോട് ചോദിച്ചു. ജ്വാല, അവൾ പതിയെ പറഞ്ഞു. എന്റെ പേര് തീർത്ത, തീത്തൂന്ന് എല്ലാരും വിളിക്കുന്നേ. ഇവള് ദൃശ്യ. തീത്തു തന്നെ രണ്ടുപേരെയും പരിചയപ്പെടുത്തി. ജ്വാലയുടെ മുഖത്ത് അല്പം തെളിച്ചം വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അഗ്നിക്ക് സമാധാനമായി. എന്നാ രണ്ടാളും കൂടി എന്റെ കൊച്ചിനെ നോക്കിക്കോണം കേട്ടോ, ആൾക്കങ്ങനെ ആളുകളോട് സംസാരിച്ച് പരിചയമൊന്നുമില്ല, കുറച്ച് ഷെയ് ടൈപ്പാ.
അഗ്നി ഉള്ള കാര്യം പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ചേട്ടാ. ചേട്ടന്റെ അനിയത്തി ഇന്നു മുതൽ ഞങ്ങളുടെ കൂടെ തന്നെ കാണും. ദൃശ്യ പറഞ്ഞു. അഗ്നി ഒന്ന് തലയാട്ടിയെങ്കിലും അവൾ അവനെ ജ്വാലയുടെ ഏട്ടനാക്കിയത് അഗ്നിക്ക് അത്ര ഇഷ്ടായിട്ടില്ല. അവന്റെ മുഖം ഒന്ന് കനത്തു. ജ്വാല അഗ്നിയെ പാളി നോക്കി. അവന്റെ മുഖം കണ്ട് അവൾക്ക് ചിരി വന്നു. എന്നാ വാ ജ്വാല, നമുക്ക് പോവാ. ബൈ ചേട്ടാ. തീതുവും ദൃശ്യയും കൂടി അഗ്നിയോട് പറഞ്ഞു. അവൻ തലയാട്ടി. ബൈ ചേട്ടാ. ജ്വാലയെ അവനെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് ചിരിയോടെ ജ്വാല അവർക്കൊപ്പം ക്യാമ്പസിലേക്ക് കയറി. അവള് പോകുന്നു നോക്കി നിന്ന അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവളുടെ ജീവിതത്തിന്റെ മറ്റൊരു തുടക്കം അവൻ നിറഞ്ഞ മനസ്സോടെ ഓർത്തു. വൈകുന്നേരം ജ്വാലയുടെ കോളേജ് വിടാൻ നേരമായപ്പോഴേക്കും അഗ്നി അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരുന്നു. അവൻ അവളെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് കോളേജിന് മുന്നിൽ തന്നെ മുന്നോട്ട് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവന്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. തീത്തുവിന്റെയും ദൃശ്യയുടെ അടുത്ത് ചിരിയോടെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന ജ്വാല. അഗ്നിയുടെ കണ്ണുകൾ ആ കാഴ്ച വീണ്ടും വീണ്ടും ഒപ്പിയെടുത്തു സന്തോഷത്തോടെ. രാവിലെ അത്രത്തോളം ടെൻഷൻ അടിച്ച് കോളേജിലേക്ക് വന്നവളാ, ആ അവളാ ഇപ്പൊ ഇങ്ങനെ. അഗ്നി പുഞ്ചിരിയോടെ ഓർത്തു. അതിനേക്കാൾ അവന് അത്ഭുതം തോന്നിയത് കൂട്ടത്തിലുള്ള മറ്റു രണ്ടെണ്ണത്തിനോട് സംസാരിക്കുന്നത് ജ്വാലയാണ്. അവൻ കാറിൽ ചാരി നിന്ന് അവളെ പ്രണയത്തോടെ നോക്കി. ദൃശ്യയോടും തീത്തുവിനോടും സംസാരിച്ച് മുഖമുയർത്തിയപ്പോഴാണ് ജ്വാല കാറിനരികിൽ നിൽക്കുന്ന അഗ്നിയെ കാണുന്നത്. അവനെ കണ്ടതും അവളുടെ മുഖം ഒന്നുകൂടി വിടർന്നു. അവൾ അവരോട് പോലും പറയാതെ പെട്ടെന്ന് അഗ്നിയുടെ അടുത്തേക്ക് നടന്നു. ദൃശ്യയും തീത്തു ഇവൾക്ക് ഇതെന്തു പറ്റിയെന്നറിയാതെ അമ്പരന്ന് പോയി. പക്ഷെ അവള് പെട്ടെന്ന് അഗ്നിയുടെ കയ്യിൽ ചുറ്റിപ്പിടിക്കുന്നത് കണ്ടതും അവരും ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്നു. അഗ്നി. ജ്വാല സന്തോഷത്തോടെ അവനെ വിളിച്ചു. എന്താണ്, നല്ല ഹാപ്പിയാണല്ലോ? അവൻ അവളോട് കുറുമ്പോടെ ചോദിച്ചു. അവൾ മറുപടി പറയാതെ അവനെ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചു. അപ്പോഴേക്കും തീത്തുവും ദൃശ്യയും കൂടി അവർക്കടുത്തേക്ക് എത്തി. അഗ്നി അവരെ നോക്കി ചിരിച്ചു. ചേട്ടൻ വന്നിട്ട് ഒരുപാട് നേരായോ? തീത്തു അവനോട് ചോദിച്ചു. ഏയ് ഇല്ലടോ, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇവളെങ്ങനെ ക്ലാസ്സിലെല്ലാരോടും സംസാരിക്കുന്നൊക്കെ ഉണ്ടോ? അഗ്നി ജ്വാലയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. തീത്തു ദൃശ്യമൊന്ന് നോക്കി. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ ഈ പെണ്ണിനെ കുറിച്ച് തന്നെയാണോ ഷെയ്യാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കില്ലേ പോലും? ഇത് വാ ഒതുക്കി വെക്കുന്നതാകെ ക്ലാസ് എടുക്കുമ്പോൾ മാത്രാ, അല്ലാത്തപ്പോഴെല്ലാം ബ്ലാ 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 പറഞ്ഞോണ്ടിരിക്കും. ദൃശ്യ ജ്വാലയെ നോക്കി കുറുമ്പോടെ പറഞ്ഞു. അഗ്നിയാണോ എന്ന പോലെ ജ്വാല അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ജ്വാല അവനെ നോക്കി അല്ല എന്ന് നിഷ്കളങ്കമായി തലയാട്ടി. ഓ, എന്താ അവളൊരു പാവം. ചേട്ടാ, ഇവള് നല്ലോണം സംസാരിക്കുന്നുണ്ട് എല്ലാരോടും. ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ ഒപ്പല്ലേ കൂട്ട്, അതുകൊണ്ട് ഇപ്പൊ നല്ലോണം സംസാരിക്കുന്നുണ്ട്. തീത്തുവും പറഞ്ഞതും അഗ്നി ചിരിയോടെ അവരെ നോക്കി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ, നിങ്ങൾ വരുന്നോ? ഞാൻ വീട്ടിലാക്കാം. അഗ്നി പറഞ്ഞു. രാവിലെ അവരോട് സംസാരിച്ച അതേ ഗൗരവത്തിൽ തന്നെ. ഏയ് വേണ്ട, ഞങ്ങൾ ബസ്സിനാ, നിങ്ങൾ വിട്ടോ. ഇവള് ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി നേരെ അങ്ങോട്ടായിരിക്കും അല്ലേ? ദൃശ്യ അഗ്നിയോട് ആകാംക്ഷയോടെ ചോദിച്ചു. പോണം. അതിനു മുന്നേ വീട്ടിൽ പോയി വല്ലതും കഴിപ്പിക്കണം പെണ്ണിന്, വിശക്കുന്നുണ്ടാവും. അവൻ ജ്വാലയുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. തീത്തുവും ദൃശ്യവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു. വെറുതെ അല്ലേ ഈ പെണ്ണ് ഇങ്ങനെ കുറുമ്പിയായി പോയെ? ചേട്ടനനിയത്തിയെ അങ്ങനെയല്ലേ കൊഞ്ചിക്കുന്നേ? തീത്തു അഗ്നിയെ നോക്കി ആത്മാർത്ഥമായി പറഞ്ഞു. അതുവരെ ചിരിച്ചുകൊണ്ട് നിന്ന അഗ്നിയുടെ മുഖം അവളുടെ അനിയത്തി എന്ന പറച്ചിലിൽ മങ്ങിപ്പോയി. അവളെ കനപ്പിച്ചൊന്ന് നോക്കി അഗ്നി. അത് കണ്ടവൾ അവനെ എന്താ എന്ന പോലെ സംശയത്തോടെ നോക്കി. കുഞ്ഞാ, കേറ്, നമുക്ക് പോവാ. അഗ്നി തീത്തുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ജ്വാലയോട് പറഞ്ഞു. അവന്റെ മുഖം കണ്ട് ജ്വാലയ്ക്ക് ചിരി വന്നു പോയി. അവളത് കടിച്ചു പിടിച്ചുകൊണ്ട് തീത്തുവിനെയും ദൃശ്യയും നോക്കി. എന്നാ ഞാൻ പോവാട്ടോ, ചേട്ടൻ ഓഫീസിൽ നിന്ന് വന്നതാ, എന്നെ വീട്ടിലേക്ക് ആക്കിയിട്ട് വേണം ചേട്ടന് പോവാൻ. അവൾ അഗ്നിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അഗ്നി അവളെ തുറച്ചു നോക്കുന്നുണ്ട്. അത് കണ്ട് പൊട്ടിവന്ന ചിരി ഒതുക്കി പിടിക്കാൻ ജ്വാല കഷ്ടപ്പെട്ടു പോയി. നിന്റെ ചേട്ടൻ ഇത് എന്തൊരു ദേഷ്യക്കാരനാ, അങ്ങേരെന്തിനാ എന്നെ ദേഷ്യത്തോടെ നോക്കിയേ? തീത്തു ജ്വാലയോട് പതിയെ ചോദിച്ചു. ജ്വാല അവളെ ചിരിയോടെ നോക്കി. ആള് പാവാടി. ജ്വാല പറഞ്ഞു. ഉവ്വ പാവം, അത് നിന്നോട് മാത്രം. ശരി, നീ പോവാൻ നോക്ക്, അങ്ങേരുടെ നോട്ടം കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. തീത്തു അഗ്നിയെ നോക്കിക്കൊണ്ട് ജ്വാലയോട് പറഞ്ഞു. അവള് ചിരിയോടെ രണ്ടാളോടും ബൈ പറഞ്ഞ് കാറിനകത്തേക്ക് കയറി. അഗ്നിയുടെ കാർ അവിടെ നിന്നും നീങ്ങുമ്പോൾ ദൃശ്യയുടെയും തീത്തുവിന്റെ കണ്ണിൽ ഒരു തിളക്കമുണ്ടായിരുന്നു, ചുണ്ടിൽ ഒരു പുഞ്ചിരിയും. അഗ്നി ജ്വാലയുമായി നേരെ വീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോഴേക്കും ചിത്തിര അവൾക്ക് കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. അവർ തന്നെ അത് നിർബന്ധിച്ച് അവളെ കൊണ്ട് കഴിപ്പിച്ചു. ജ്വാല ഒന്ന് ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്ക് വന്നപ്പോഴേക്കും അഗ്നി അവളെ ഒന്ന് നോക്കി കാറിലേക്ക് കയറി.
അവളും കൂടി കാറിലേക്ക് കയറിയതും അവൻ കാർ എടുത്തു. അവരുടെ കാർ നേരെ പോയി നിന്നത് ജ്വാല ഡാൻസ് പഠിക്കാൻ പോകുന്നിടത്താണ്. ദേവയാനിയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ആദ്യത്തെ ചുവട് വെക്കുമ്പോൾ ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ ആദ്യം നോക്കിയത് അഗ്നിയെയാണ്. ഫോണിൽ ക്യാമറ ഓണാക്കി അത് വീഡിയോ എടുക്കുകയായിരുന്നു അഗ്നി. അപ്പോൾ അഗ്നി അവളെ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചു. അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ മനസ്സിലെ രണ്ടാമത്തെ ആഗ്രഹവും സാധിച്ച സന്തോഷത്തിൽ മറ്റു കുട്ടികൾക്കൊപ്പം ചുവട് വെച്ച് തുടങ്ങി. അവളുടെ മനസ്സിൽ എത്രത്തോളം സന്തോഷമുണ്ട്, അതിനേക്കാൾ ഇരട്ടി സന്തോഷത്തിൽ അവളുടെ ആഗ്രഹങ്ങളെ തൻ്റേതാക്കി അഗ്നി അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന അവൻ അവൾക്ക് ദൈവതുല്യനായപ്പോൾ ഒരു നിയോഗം പോലെ തന്നിലേക്ക് വന്നവളെ പ്രണയത്തോടെയും വാത്സല്യത്തോടെയും ചേർത്ത് പിടിക്കുകയായിരുന്നു അഗ്നി. ഇനിയെന്നും അവളുടെ ചിരിച്ച മുഖം കാണാൻ, സന്തോഷം കാണാൻ, കുറുമ്പ് കാണാൻ അവൻ അവളെ തൻ്റെ ഹൃദയത്തിൽ നിറച്ചു. പ്രണയം പകരാൻ ഉള്ളം വെമ്പി. കണ്ണുകൾ എന്തിനോ കലങ്ങി. അത് അവളുടെ സന്തോഷം കണ്ടതുകൊണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിലെ സ്നേഹം അത് തന്നിലേക്ക് തന്നെ വന്നു ചേരുന്നതുകൊണ്ടായിരുന്നു. അഗ്നിയുടെ ഉള്ളം ശാന്തമായിരുന്നു. അവനെ ശാന്തമാക്കുന്നതും അവളാണ്, അവൻ്റെ മാത്രം കുഞ്ഞൻ. തുടരും.